നമസ്കാരം. തമിഴ്നാട്ടിലെ മധുര മീനാക്ഷി ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ്. ഇപ്പോൾ സമയം രാവിലെ 6 മണിയാണ്. മധുര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഉദ്ദേശം 1 കിലോമീറ്ററോളം ദൂരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അങ്ങോട്ട് ആട്ടോയെല്ലാം പോകുന്നതാണ്. ആട്ടോയിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആട്ടോയിൽ പോവുകയാണെങ്കിൽ ഒരു പല വില ആണ് എൻ്റെ ആട്ടോ കൂലി ചോദിക്കുന്നത്. 200, 150 അങ്ങനെയൊക്കെയാണ് അവർ ചോദിക്കുന്നത്. നടന്നു പോകാമെന്നുള്ള ദൂരം മാത്രമേ ഉള്ളൂ. ഉദ്ദേശം 10 മിനിറ്റ് നടന്നാൽ മാത്രം മതി ക്ഷേത്രത്തിലെത്താൻ. അങ്ങോട്ട് ബസ്സും പോകുന്നുണ്ട് ക്ഷേത്രത്തിലോട്ടുള്ള വഴിയിൽ. അപ്പോൾ ഇവിടെ നമുക്ക് രാവിലെ വന്നു കഴിഞ്ഞാൽ തിരക്കില്ലാതെ കയറി തൊഴാവുന്നതാണ്. ഇവിടെ നല്ല പരിശോധനയും കാര്യമൊക്കെ ഉണ്ട്. വേഗമൊന്നും അവർ കടത്തി വിടില്ല. എല്ലാം എക്സ്റേ സ്കാനിങ്ങിലിട്ടാണ് അവർ ബാഗ് അവിടെ കൗണ്ടറിൽ സൂക്ഷിക്കും. ഈ രാവിലെ തന്നെ പൂക്കടകൾ മാത്രമാണ് ഇവിടെ ആകെ കാണുന്നത്. മറ്റ് കടകളൊന്നും തുറന്നിട്ടില്ല. മഴ കാരണം കുറച്ച് വെള്ളവും ചെളിയൊക്കെ ഉണ്ട് പോകുന്ന വഴിയിൽ. അപ്പോൾ ഇവിടെ ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ ഓടയൊന്നും ഇല്ലാത്തതിനാലായിരിക്കാം ഈ റോഡ് സൈഡിലെല്ലാം ധാരാളം വെള്ളം കെട്ടി കിടക്കുന്നുണ്ട്. ഈ വൃത്തിയുടെ കാര്യത്തിലാണെങ്കിൽ ക്ഷേത്ര പരിസരം അത്ര വൃത്തിയൊന്നും പറയാൻ പറ്റത്തില്ല. അവിടെയൊക്കെ ക്ലീനിങ്ങൊക്കെ വളരെ കുറവാണ്. പിന്നെ ക്ഷേത്രത്തിൻ്റെ അകത്താണെങ്കിൽ ക്യാമറ, മൊബൈലൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊന്നും ക്യാമറയിൽ പകർത്താൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ഇവിടെ ക്ഷേത്രത്തിൽ പെയിൻറ്റിങ് നടക്കുന്നതെന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ 3-4 ഗോപുരങ്ങൾ ഉള്ളത് ഇതിലെല്ലാത്തിനും ഇതേപോലെ മറച്ച് പെയിൻറ്റിങ്ങിനുള്ള ഒരു സാഹചര്യത്തിലാണ്. രാവിലെ തന്നെ ഭക്തജനങ്ങളെ തിരക്ക് കുറവാണ്. ഉദ്ദേശം 50-ൽ താഴെ ഭക്തജനങ്ങൾ മാത്രമേ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. രാവിലെ 8 മണിക്ക് അവിടെ അന്നദാനമുണ്ട്. അന്നദാനപ്പുരയിൽ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലാണ്. പുറത്തു നിന്നുള്ളവരാണെങ്കിൽ അകത്ത് ഈ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് അകത്ത് പോയാൽ മാത്രമേ അന്നദാനത്തിന് കയറാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് പല സ്ഥലത്ത് പോകാൻ ബസ് സൗകര്യങ്ങളുണ്ട്. നാഗർകോവിലായാലും കന്യാകുമാരി ആയാലും അതേപോലെ തന്നെ കോയമ്പത്തൂർ, പാലക്കാട്, അങ്ങനെ പല സ്ഥലത്ത് പോകാനുള്ള ബസ് സൗകര്യം ഇവിടെ നിന്നുണ്ട്. ട്രെയിനും ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടും വളരെ സൗകര്യമുള്ള സ്ഥലമാണ്. ഈ പരിസരത്ത് എല്ലായിടത്തും കുളിമുറികളും മറ്റ് വാഷിംഗ് ചെയ്യാനുള്ള സൗകര്യമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ലോഡ്ജ് ധാരാളമുണ്ട്, ഹോട്ടൽ ധാരാളമുണ്ട്. അപ്പോൾ ക്ഷേത്രത്തിൽ വരുന്നവർക്ക് പെട്ടെന്ന് പോകാനുള്ള സാഹചര്യമൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. ക്ഷേത്ര പരിസരമൊക്കെ ആയതുകൊണ്ടും അതിന് ഉള്ളിൽ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടും ഒരു ചെറിയ വീഡിയോ ആണ് എടുത്തത്. കാരണം മറ്റ് തിരക്കും കാര്യങ്ങളൊന്നുമില്ല. മറ്റ് തമിഴ്നാട്ടിലെ ക്ഷേത്രത്തെ പോലെയല്ല, ഇതൊരു പ്രത്യേകതയുള്ളൊരു ക്ഷേത്രം കൂടിയാണ്. അപ്പോൾ ഇവിടെ സീസണിലായിരിക്കും ഏറ്റവും കൂടുതൽ തിരക്കെന്ന് കണക്കാക്കുന്നു. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.